ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ തംബ്നെയിൽ കണ്ടതുപോലെ നമ്മൾ സ്വിറ്റ്സർലാൻഡ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയതാണ് നമുക്ക് പോകാൻ പറ്റിയിട്ടുള്ള നല്ല പ്ലേസ്. അപ്പോൾ അതിൽ ഗൂഗിൾ തന്നെ കാണിച്ചു, ഒരു നാട്ടിൽ തന്നെ നമുക്ക് മിനി സ്വിറ്റ്സർലാൻഡ് ഉണ്ട്. അവിടുത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതം തോന്നി. അപ്പോൾ എന്നാൽ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ വണ്ടിയെടുത്ത് ഇറങ്ങി. പക്ഷെ നമ്മൾ ചെന്നപ്പോഴത്തേക്ക് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടൊക്കെ ഇതുപോലെ യാത്ര ചെയ്യുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഗൂഗിളിൽ കാണുന്ന അതേപോലെ ആയിരിക്കണം എന്നില്ല. ഇവിടെ മുൻപ് അങ്ങനെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ ആയിരുന്നു അതിൽ കണ്ടിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെ ഒന്നും അവിടെ ഇല്ല. അപ്പോഴാണ് ഞങ്ങൾക്ക് അവിടെ എത്തിയപ്പോഴാണ് നമ്മൾ പറ്റിക്കപ്പെട്ടു, അല്ലെങ്കിൽ നമുക്ക് വന്നത് വെറുതെ വേസ്റ്റായി എന്നൊക്കെ തോന്നിയത്. പക്ഷേ നല്ല വൈബുള്ളൊരു പ്ലേസ് തന്നെയാണ്. നല്ല ക്ലൈമറ്റും, ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് നമുക്ക് അവിടെ ഇരുന്ന് കുറച്ച് നേരം സംസാരിക്കാനും, നമ്മൾ ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാലുള്ള ആ ഒരു ഫീലാണ് അവിടെ ഉള്ളത്. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ നിന്നു, ഫോട്ടോസൊക്കെ എടുത്തു, കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ചില ആൾക്കാർ ഇതേപോലെ നമ്മൾ ഗൂഗിളിലും യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ, നമുക്ക് യൂട്യൂബിലാകുമ്പം പ്രശ്നമില്ല, പക്ഷേ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ മുൻപ് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് ആ പ്ലേസിൻ്റെ ഫോട്ടോസൊക്കെ ആയിരിക്കും ചിലപ്പോൾ അതിലുണ്ടാവുക. അപ്പോൾ നമ്മൾ ആ ഒരു ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ പോകുന്നുണ്ടാവുക. അപ്പം അത് വെച്ച് പോകുമ്പോൾ നമ്മൾ ശരിക്ക് അന്വേഷിച്ചിട്ട് പോയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഞങ്ങൾക്ക് പറ്റിയതുപോലെ ഒരു അബദ്ധം പറ്റും. പക്ഷെ കുഴപ്പമില്ല, നല്ലൊരു ക്ലൈമറ്റായിരുന്നു, നല്ല തണുപ്പുള്ള, മുൻപൊക്കെ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പ്ലേസ് ആയിരുന്നു. ഇതൊരു ഡാമും കൂടെയാണ്. അപ്പോൾ ആ ഡാമിൻ്റെ അവിടെ കയറി ഞങ്ങൾ കുറേ കാഴ്ചകളൊക്കെ കണ്ടു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അതിൻ്റെ ഒരു നിരാശ മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പിന്നെ നെഹദി മന്തിയിൽ പോയി അവിടുത്തെ സ്പെഷ്യൽ മന്തി കഴിച്ചു. അങ്ങനെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് പോകുന്നു. പക്ഷേ നമ്മൾ ഫ്രണ്ട്സ്, ഫാമിലി അങ്ങനെയൊക്കെ ആയിട്ട് പോകുമ്പം നല്ലൊരു വൈബ് തന്നെയാണ്. കുറേ ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല പ്ലേസാണ്. പിന്നെ അവിടുത്തെ ക്ലൈമറ്റ് തന്നെയാണ് എനിക്ക് ഭയങ്കര ഒരു അത്ഭുതം തോന്നിയിട്ടുള്ളത്. എപ്പോഴും ഒരേ ക്ലൈമറ്റിലാണെന്നാണ്, നമ്മളവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു, അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് എപ്പോഴും ഈ ഡാമും കുറേ വെള്ളവും ഇതൊക്കെ ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല, അവിടെ എപ്പോഴും നല്ല തണുപ്പാണ്. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ലൊക്കേഷനൊക്കെ കണ്ടപ്പം ഒരു ഡൗട്ട് തോന്നിയിരുന്നു. നമ്മൾ വിചാരിച്ച പോലെയുള്ള പ്ലേസ് ആണോ അല്ലേ എന്നൊക്കെയുള്ളൊരു ഡൗട്ടിൽ അങ്ങനെ അങ്ങ് പോയി. പക്ഷെ കുറേ കഴിഞ്ഞപ്പോഴാണ് സംഭവം മനസ്സിലായത്, ഇതാണ് ഒറിജിനലായിട്ടുള്ള പ്ലേസ്. പക്ഷെ മുൻപ് ഇത് അങ്ങനെ ആയിരുന്നു, ആ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കാണുന്നില്ല, അതൊരു മഞ്ഞാണ്. ആ ലോങ്ങിൽ കാണുന്ന വൈറ്റ് കളർ കാണുന്നത് മഞ്ഞാണ്. അപ്പോൾ ഇവിടെ ഫുള്ള് മഞ്ഞുകൊണ്ട് മൂടിയിട്ടുള്ള ഒരു നല്ല പ്ലേസാണ്. അതുകൊണ്ടായിരിക്കാം എല്ലാവരും ഇതിനെ സ്വിറ്റ്സർലാൻഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് വെറുതെ ഇങ്ങനെ ബോറടിക്കുന്ന സമയത്ത് വെറുതെ പോയിട്ട് ആ ഡാമിലൊക്കെ ഒന്ന് കയറി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് ഡാമിൽ കുറച്ച് സമയം ഇങ്ങനെ കയറി നിന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അവിടെ കുറേ കുട്ടികൾ, തൊട്ടപ്പുറത്ത് ഇത് പുഴ പോലെയുള്ളൊരു സ്ഥലമാണ്, അവിടെ നിന്ന് ഇങ്ങനെ കുളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. പക്ഷേ ഇതുപോലെയൊന്നല്ല, നല്ല അടിപൊളി സ്ഥലമായിരുന്നു. പക്ഷേ ഇപ്പം അത് എന്താണെന്നറിയില്ല. പിന്നെ കുറേ ഭാഗങ്ങളൊക്കെ അവർ ഡയറക്റ്റ് നമ്മൾക്ക് കാറ് കൊണ്ടുവന്നിട്ട് ഈ ഒരു പ്ലേസിലേക്ക് നേരെ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെയുള്ള ആ ഒരു എൻട്രൻസ് കംപ്ലീറ്റ് അവർ വലിയൊരു ഇരുമ്പിൻ്റെ ഒരു ഡോർ വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേറൊരു ഭാഗത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് പിന്നെ നടന്നിട്ട് വേണം ഈ പ്ലേസിലേക്ക് വരാൻ. അപ്പോൾ ആദ്യമൊക്കെ ഒരുപാട് ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ വന്നിരുന്നൊരു നല്ല പ്ലേസാണ്. പക്ഷെ ഇപ്പം അത് ഈ ഒരു രീതിയിലാണ് ഉള്ളത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.